മാങ്കോട്ടത്തെ കുടുക്കിയത് രാഷ്ട്രീയ അജണ്ട തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് പി.കെ. ഫിറോസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമീപകാല പ്രസ്താവനകൾ തന്നെയാണ് അതിനുള്ള സൂചന തന്നത് എന്നിവിടെ അദ്ദേഹം തുറന്നടിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിനെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രമാണ് കാണുന്നത് എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയും. ഇതാണ് ഇവിടെ പി.കെ. ഫിറോസ് എടുത്തു പറയാനുള്ള പ്രധാന കാരണം. അതായത് മാങ്കൂട്ടത്തെ കുടുക്കിയത് രാഷ്ട്രീയപരമായിട്ടുള്ള CPMന്റെ അജണ്ടയാണെന്ന് അറിയാതെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും വീണു പോകുന്നു എന്നാണ് ഇവിടെ പി.കെ. ഫിറോസ് പറഞ്ഞു വെക്കുന്നത്. ലൈംഗികാതിക്രമ കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ച MLA-മാരെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നു. അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. രാഹുലിനെതിരായ കേസിൽ കോൺഗ്രസ് പാർട്ടി വേഗത്തിൽ പ്രവർത്തിച്ചുവെന്നും ആദ്യം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ആരോപണത്തിനെതിരെ ശക്തമായ നിലപാട് പ്രകടമാക്കി ഏത് സമീപനമാണ് ശരിയെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് കൂടിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ശബരിമല വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം ഫിറോസ് തള്ളിയിരുന്നതാണ്. ആ വാദത്തെ തള്ളുന്ന രീതി തന്നെയാണ് ജനം ഇവിടെ കാഴ്ചവെച്ചതും. അയ്യപ്പന്റെ സ്വർണവുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് നിലവിൽ ജയിലിൽ കഴിയുന്ന മുൻ MLA-യും പാർട്ടി നേതാവുമായ ആ വ്യക്തിയുടെ കേസ് അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. തന്നെ പിന്തുണയ്ക്കുന്ന CPMനെ വിമർശിക്കുകയും ഭക്തരുടെ വിശ്വാസത്തെ പരിഹസിക്കുകയും ചെയ്യുകയാണ് ഇവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചെയ്യുന്നത്. ആദ്യ ദിവസം മുതൽ തന്നെ യുവാക്കളുടെ അത്ഭുതപൂർവ്വമായ പങ്കാളിത്തത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ UDF ഉത്സവമാക്കി മാറ്റി തീർത്തതായിട്ടും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതായത് മാങ്കൂട്ടത്തെ പൂട്ടിയത് രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ളത് മുഖ്യന്റെ വായിൽ നിന്നും തന്നെ വീണു എന്നാണ് ഫിറോസ് ഇവിടെ ഉറപ്പിക്കുന്നത്. അതേസമയം ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. ഡിസംബർ 18-ന് ഹൈക്കോടതിയുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ നേരത്തെ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഈ നടപടിയും കോടതി ഡിസംബർ 18 വരെ നീട്ടിയിട്ടുണ്ട്. നമുക്ക് പി.കെ. ഫിറോസിന്റെ ആ വെളിപ്പെടുത്തൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. മനസ്സിലായല്ലോ, ഇത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് ഇത് കേവലം രാഷ്ട്രീയ താല്പര്യം മാത്രമാണെന്നുള്ളത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടെ വ്യക്തമായി. അദ്ദേഹത്തിന് എന്ത് ധാർമ്മികതയാണ് ഇതേക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഇപ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ കുറ്റപത്രം സമർപ്പിച്ച ഈ ലൈംഗികാരോപണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച MLA-മാർ ഇപ്പോൾ പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ്. ഒരു നടപടിയും സ്വീകരിച്ചില്ല. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് വോട്ട് ചെയ്യാൻ പതിമംഗലത്തെ ജവഹറുൽ ഇസ്ലാം സ്കൂളിലാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ എങ്ങനെയാണ് UDFന്റെ ഒരു ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണങ്ങൾ? ഇത്തവണ ഞാൻ കണ്ടൊരു പ്രത്യേകത, കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി. ഇപ്പോൾ സാധാരണഗതിയിൽ UDF ക്യാമ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ അന്നും തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമൊക്കെയാണ് യൂത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത്തവണ ഡേ 1 മുതൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ യൂത്തിൻ്റെ ഒരു പ്രാതിനിധ്യം വളരെ കൂടുതൽ. ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. പക്ഷേ UDF ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനൊരു ഉത്സവമാക്കി മാറ്റി. അത് യൂത്താണ് അത് ഏറ്റെടുത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് യൂത്തിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു പ്രാതിനിധ്യം ഇത്തവണ UDFൻ്റെ ക്യാമ്പുകളിൽ വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഇടതുപക്ഷം ഭരിക്കുന്നൊരു ജില്ലാ പഞ്ചായത്താണ്. പക്ഷേ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പോലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനയാണ് കാണുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ഉള്ളിയേരിയിൽ റിമ, അതുപോലെ തന്നെ കടലുണ്ടി ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. അവിടെ അഫീഫയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചലനം അത് ഇടതുപക്ഷ ക്യാമ്പിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ ഞാനൊരു ജില്ലാ പഞ്ചായത്ത് 2 കാൻഡിഡേറ്റ്സിനെ മാത്രമല്ല, കേരളത്തിലുടനീളം ഇത് കാണാൻ സാധിക്കും. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ക്യാമ്പയിന് പോയ ഒരാളാണ്. അപ്പോൾ അത് പൊതുവിൽ കാണുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ ആ നിലക്ക് യുവാക്കൾ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ, അവന് ഒരു പെർമിറ്റ് ഫീക്ക് എത്ര പൈസയാണ് കൊടുത്തത്, അതുപോലെ ലൈസൻസ് ഫീ എത്രയാണ് കൂട്ടിയത്, അങ്ങനെ ഓരോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 30 രൂപ കൊടുക്കുന്ന അപേക്ഷാ ഫോമിനാണ് 300 മുതൽ 3000 വരെ ആക്കി വർദ്ധിപ്പിച്ചത്. ഇത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? അത് അവർ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ 2 കാര്യങ്ങളാണ് ഫോക്കസ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം എന്ന വിഷയത്തിൽ വെച്ച് സ്ത്രീലമ്പടന്മാർ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് UDFന്റെ മാറുന്നതിനെ കുറിച്ചുള്ള ആശങ്ക പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ശബരിമല ഒരു പ്രശ്നമാവില്ല എന്നും പറയുന്നുണ്ട്. ഈ 2 പ്രശ്നങ്ങൾ എങ്ങനെയാണ് UDF കാണുന്നത്? മനസ്സിലായല്ലോ, ഇത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് ഇത് കേവലം രാഷ്ട്രീയ താല്പര്യം മാത്രമാണെന്നുള്ളത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടെ വ്യക്തമായി. അദ്ദേഹത്തിന് എന്ത് ധാർമ്മികതയാണ് ഇതേക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഇപ്പോൾ 2 കാര്യമാണ്. ഒന്ന്, ഈ കുറ്റപത്രം സമർപ്പിച്ച ഈ ലൈംഗികാരോപണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച MLA-മാർ ഇപ്പോൾ പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ്. ഒരു നടപടിയും സ്വീകരിച്ചില്ല.
പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു, 2 കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അങ്ങനെയാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറുഭാഗത്തോ ഇപ്പം രാഹുലിനെതിരെയുള്ള ആരോപണത്തിൽ കോടതിയുടെ തന്നെ പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പം അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ അതിനകത്ത് പാർട്ടി സ്വീകരിച്ച സമീപനം, കോൺഗ്രസ് പാർട്ടി എടുത്തൊരു സമീപനവും CPM എടുത്തൊരു സമീപനവും കേരളത്തെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഒരു ഭാഗത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പോലും അവരെ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM സ്വീകരിക്കുന്നു. മറുഭാഗത്ത് UDF ആണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡേ 1 തന്നെ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു ആദ്യം, പിന്നീട് പുറത്താക്കുന്നു, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ശക്തമായ നിലപാട്, ഒരു ആരോപണം വന്നപ്പോൾ പോലും അതിശക്തമായ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതിൽ ജനം ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സംശയമില്ലാതെ ജനങ്ങളത് ഈ തെരഞ്ഞെടുപ്പിൽ വിധി രേഖപ്പെടുത്തും. പിന്നെ ശബരിമല കേസിൽ ജനങ്ങൾ ചർച്ചയില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ബാലിശമായ കാര്യമാണ്. കാരണം അവൻ വിശ്വസിക്കുന്ന, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന അയ്യപ്പൻ്റെ സ്വർണ്ണമാണ് ഇവർ കട്ടത്. അയാൾ ജയിലിൽ കിടക്കുകയാണ്. മുൻ MLA ആണ്, പാർട്ടിയുടെ നേതാവാണ്. പിണറായി വിജയൻ്റെ വലങ്കൈയാണ് പത്മകുമാർ. അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ CPM തയ്യാറായോ? ജയിലിൽ കിടന്നിട്ട് എന്നിട്ട് ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? ജയിലിൽ അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തനം നടത്താൻ കഴിയില്ലല്ലോ എന്ന്. അത് വിശ്വാസികളെ പരിഹസിക്കുകയാണ്. ആ നിലപാടാണ് അയ്യപ്പ വിശ്വാസികളുടെ മുഖത്ത് നോക്കി അവരെ കൊഞ്ഞനം കുത്തിയൊരു പാർട്ടിയാണ് CPM. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സെമി-ഫൈനൽ തെരഞ്ഞെടുപ്പാണ്. സെമി-ഫൈനൽ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുപക്ഷ ഗവൺമെൻറ്റിനും റെഡ് കാർഡ് കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ജനങ്ങൾ ഇതിനെ സമീപിക്കുക. അവരുടെ ഒരു സമീപനം ആ രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. കോഴിക്കോട് നിങ്ങളുടെ ജില്ലയാണ്, സ്വന്തം ജില്ലയാണ്. കാസർഗോഡ് ചുമതലയുള്ള ജില്ലയാണ്. ഈ 2 ജില്ലയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. കാസർഗോഡ് എനിക്ക് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചുമതലയായിരുന്നു. അതിനകത്ത് വളരെ ഭംഗിയായി അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കും. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷനിൽ മികച്ച മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അപ്പോൾ എൻ്റെ പഞ്ചായത്താണ് കുന്നമംഗലം പഞ്ചായത്ത്. കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷം ഭരിച്ച പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ തിരിച്ചുപിടിക്കും. അതുപോലെ എൻ്റെ വാർഡ്, ഇതെല്ലാം ഇത്തവണ UDF തിരിച്ചുപിടിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് 13-ാം തീയതി പുറത്തു വരാൻ പോകുന്നത്.